ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഒരാഴ്ചയായിട്ടുണ്ട് ഞാനൊരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്. ഇന്ന് വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ പാറക്കുട്ടിക്ക് DCLൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചാലക്കുടിയിലെ ഒരു സ്കൂളിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ മോന് ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോനുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കടയിൽ കയറി ഞങ്ങളതൊക്കെ വാങ്ങി. അപ്പോൾ മോന് പഴം വേണം എന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമാണ് പഴം. എല്ലാത്തരം പഴവും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് റോബസ്റ്റും പിന്നെ ചെറുപഴവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കയറി ഇറങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അവൻ. അപ്പോൾ അവന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു കൂടെയാണിത്. ഇങ്ങനെ പഴം ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി കാരണം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ തിരികെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ അവളുടെ കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാറിപ്പോകുമല്ലോ, അതുകൊണ്ട് അന്നേരം ഉണ്ടാക്കിയില്ല. പോയി വന്നതിന് ശേഷം കഴിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കി ഞാനും മോനൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീണ്ടും ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ലേറ്റ് ആവും കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ കറക്റ്റ് സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ക്ലാസ്സില്ലാത്ത സമയത്ത് മോന് എന്താ പറയുക, അവനെ വിളിച്ചുകൊണ്ടൊന്ന് തൊട്ട് വേണം അവന് രാവിലെ ആഹാരം കഴിക്കാൻ. സ്കൂളിലുള്ള ടൈമിലാണെങ്കിൽ കറക്റ്റ് 7:45 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അത് കഴിച്ചിട്ടുണ്ടാവും. അല്ലാത്ത സമയത്ത് അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ആഹാരം കൊടുക്കണമെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് മുറ്റം അടിക്കാനാണ് കേട്ടോ. കാരണം പാറയിലൊക്കെ നന്നായിട്ട് പൂപ്പലും പായലും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പെയ്യുന്നുണ്ട്, എന്നാലും ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ അടുത്ത ദിവസം പ്രഷർ ഗൺ വെച്ചിട്ട് ഞങ്ങൾക്കത് മൊത്തത്തിൽ അടിച്ച് അത് വൃത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റാമെന്ന് കരുതി. കാരണം പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. പുറത്ത് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പുല്ല് പിടിപ്പിച്ചിട്ടില്ല. അത് പിടിപ്പിക്കാത്തതിൻ്റെ കാരണവും ഈ എന്താ പറയുക, അടിച്ച് വാരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പുല്ല് പിടിപ്പിക്കാത്ത ബോറായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കടാ എന്ന് പറഞ്ഞ മോനാണ് അതേ മതിലിൻ്റെ പുറത്ത് കയറി നിൽക്കുക. നോക്കിയപ്പോൾ ക്യാമറയിൽ കുറച്ച് അഴുക്കുണ്ടമ്മേ, അതും ഞാനൊന്ന് വൃത്തിയാക്കട്ടെ എന്നും പറഞ്ഞിട്ട് കയറി നിന്നിട്ട് ക്യാമറ വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത്. പായലും പൂപ്പലും എല്ലാം കൂടി അടിച്ചു വാരി വന്നപ്പോഴേക്കും ഇതാ ഇത്രയുണ്ട് കേട്ടോ. ഇത് അടിച്ചു വാരി കിട്ടിയത് മാത്രമാണ്. ഇനി പ്രഷർ ഗൺ വെച്ചിട്ട് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും ഉണ്ടാവുക. കാരണം ശരിക്കും പാറയിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പൂപ്പലൊക്കെ അടിച്ച് കളയണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ടാണ് ഞാനിതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്നത്. ഇല്ലെങ്കിൽ ബോറാണ്. അപ്പോൾ റോട്ടിൽ കൂടെയൊക്കെ പോകുന്ന ഒരാൾക്ക് കാണാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കാണുമ്പോൾ ഭയങ്കര ബോറാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ മടിയൊന്നുമില്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ശരീരത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിനൊക്കെ ഒരാളെ വെച്ചൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമുക്ക് വേറെ പുറത്ത് ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ സമയം പോലെ തന്നെ ഞാനിങ്ങനെ ഓരോരോ പണികൾ ഞാൻ ചെയ്യും. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സഹായത്തിന് ആളുണ്ട്. അപ്പോൾ മിക്കവാറും ചേച്ചിനെയൊക്കെ വിളിക്കുമ്പോൾ ഇത്തിരി എന്താ പറയുക സമയക്കുറവുണ്ട് ആ ചേച്ചി. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് ഇടിച്ചക്കത്തോരൻ വെക്കാമെന്ന് കരുതിയിട്ട്. കാരണം ഇഷ്ടംപോലെ ഇടിച്ചക്കയിട്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനാണെങ്കിലും നമുക്ക് വെച്ചാലും തീർത്തില്ല. അതനുസരിച്ച് ഇത്തവണ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഏട്ടനും ഇഷ്ടമാണ്. പിന്നെ മോൻ കഴിക്കൂട്ടെ, എന്താണെന്നറിയില്ല. ഈ സാധനമൊക്കെ വെച്ചോട്ട് ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്കത്തോരൻ. അപ്പോൾ ഇത് ഇന്ന് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിതിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെയും മക്കളുടെയും ഒച്ചപ്പാടും ബഹളമാണ് കേൾക്കുന്നതെന്ന്. പിന്നെ ഞാൻ ഓൺ വോയിസ് എടുക്കൽ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. കാരണം നടപടിയാവില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മളെന്തെങ്കിലും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് അങ്ങ് നിർത്തി. അല്ലാത്ത വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ 2 ചക്കയാണ് എടുക്കുന്നത്. കാരണം മോന് ഭയങ്കര ഇഷ്ടം. അവൻ ചുമ്മാതാണെങ്കിലും കഴിച്ചോളും. ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നിട്ട് എന്താണെന്ന് അറിയില്ല, അതിശയം. അവനിപ്പോൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും ആവും, പിന്നെ ഇടയ്ക്കവൻ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം, പിന്നെ രാത്രിത്തേക്കും ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ 2 ചക്ക ഇട്ടിട്ട് വന്നതാണ്. ഞാൻ അടപ്പിൽ കത്തിക്കാമെന്ന് കരുതി കേട്ടോ.
കാരണം എനിക്ക് ഒരുപാട് വിറകിരിക്കുന്നുണ്ട്. ഈ വീട് പണി കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് വിറകുകൾ. ഇപ്പോൾ വിറക് ഒരു പിറക തന്നെ കെട്ടിയിട്ടുണ്ട് കമ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ വിറക് പിറയ്ക്ക് എന്താ പറയുക, ഒരുപാട് വിറകുകളുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വിറക് പിരയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാം. എല്ലാ ദിവസവും ഞാൻ കത്തിച്ചുകൊണ്ടിരുന്നതാണ് അടുപ്പിൽ. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് കത്തിക്കൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വിറക് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ വിറക് ഒക്കെ ചെതലെടുക്കാൻ തുടങ്ങി. അപ്പോൾ വെറുതെ നമ്മൾ അത്രയും സൂക്ഷിച്ചും ഒക്കെ എടുത്ത് വെച്ച് വിറകുരൊക്കെ കെട്ടിയെടുത്ത് വെച്ചിട്ടും വിറക് വെറുതെ നശിപ്പിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ചെതലിന് കൊടുത്ത് തീർക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പം എന്താ പറയുക, വീട്ടിൽ എന്നും അടുപ്പിൽ തീ കത്തുന്നത് ഐശ്വര്യമാണ്. അപ്പോൾ എന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാസ്തുക്കാരൻ എല്ലാ ദിവസവും അടുപ്പിൽ തീ കത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കത്തിക്കാറും ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് അതങ്ങൾ സ്റ്റോപ്പായി പോയതാണ്. അമ്മ കറി വെക്കുക, ഞാൻ പോയിട്ട് തിയേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ അച്ചായി വരുമ്പോൾ വഴക്ക് പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ഒരുത്തൻ മുകളിലേക്ക് കയറി വന്നാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ താഴെ നിന്നൊരു ആവശ്യത്തിന് അവനെ വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പാട്ടോ കാര്യങ്ങളൊക്കെ വെച്ചേക്കുമായിരിക്കുന്നു. ഓടി വന്ന് ഞാൻ നോക്കിയതാണ്. അവനെ നോക്കിയപ്പോൾ AC ഒക്കെ ഇട്ട് എൻ്റെ ഒരു വ്ളോഗ് തന്നെയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ താഴോട്ട് കേൾക്കില്ല കേട്ടോ, ഒരു ശബ്ദവും കേൾക്കില്ല. അതുപോലെ തന്നെ താഴെ നിന്ന് വിളിച്ചാലും കേൾക്കില്ല. ഞാൻ വന്നപ്പോൾ കണ്ടത് എൻ്റെ വ്ളോഗ് തന്നെ അവൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്ലീൻ ചെയ്യുന്നില്ലടാന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു, എന്നിട്ട് ബാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ വെറുതെ യൂട്യൂബ് വെച്ചതാണ് പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മയുടെ വീഡിയോ കണ്ടു. എന്നാൽ പിന്നെ അത് കുറച്ചിരുന്ന് കാണാമെന്ന് കരുതി സുഖമായിട്ട് കിടന്ന് അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ. അപ്പോൾ ഒരു പണി എടുക്കടാ, അല്ലെങ്കിൽ ഒരു പണിയെങ്കിലും എടുക്കുമല്ലോ. അപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ എടുപ്പിക്കാറുണ്ട്. എന്നാൽ പിന്നെ പണിയെടുക്കട്ടെ, എന്നാൽ എനിക്കിപ്പോൾ കറി വെക്കണമെങ്കിൽ അവൻ്റെ സഹായം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പണിയെടുക്കട്ടെ എന്ന് കരുതി ഞാൻ പോട്ടെ എന്ന് കരുതിയതാണ്. വന്ന് കയറിയപ്പോൾ അതാ ചൂലടക്കവിടെ കിടക്കുന്നുണ്ട്. കാരണം മുകളിൽ കുറച്ച് മാറാല പിടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അവനത് ക്ലീൻ ആക്കട്ടെ. അവൻ്റെ പണിയാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ക്ലീൻ ചെയ്യൽ. അപ്പോൾ അവൻ ചെയ്യട്ടെ എന്ന് കരുതി ഇരുന്നതാണ് ഈ കാണുന്നത്. എവിടെ ആൾ ചില നേരത്തൊക്കെ ഭയങ്കര മടിയനാട്ടോ. അടുപ്പത്തേക്ക് ചട്ടിയൊക്കെ എടുത്ത് ഞാൻ വെച്ചു. കാരണം വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ എന്ന് കരുതിയിട്ട്. ആ സമയം കൊണ്ട് ചക്ക മുറിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ആദ്യം ഞാൻ തീ കത്തി. കാരണം വിറകൊന്ന് കത്തിപ്പിടിച്ച് ചൂടായിട്ടൊക്കെ വരുമ്പോഴേക്കും ഇത്ര ടൈം എടുക്കുമല്ലോ. അപ്പോൾ സമയം കളയണ്ടല്ലോ എന്ന് കരുതി ആദ്യം തന്നെ ഞാൻ എടുത്ത് ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് ചക്ക മുറിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ചക്ക എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, വലിയ ചക്ക മുറിക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കാരണം അതിൻ്റെ തോടൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഇച്ചിരി സമയം എടുത്തു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കൈ നിറച്ചിങ്ങനെ വെളിഞ്ഞീനാവും. അങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ എടുക്കണ പാത്രവും ഒക്കത്തിലും ഇതുപോലെ വെളിഞ്ഞീനാണ്, ചക്കപ്പശയാണ്, ഒരു രക്ഷയുണ്ടാവില്ല. എന്നിട്ട് ആ എടുത്ത 1-2 പാത്രം ഞാൻ കഴുകാനായിട്ട് കുറച്ച് സമയം എടുത്താണ് കേട്ടോ ഞാൻ കഴുകി വെച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ പാത്രം കഴുകിയെടുത്തത്. കാര്യം തിന്നാനും ഒക്കെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിന് ഗുണമുള്ളതാണ്. എന്നാലും ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. എന്നാലും കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണമല്ലോ. അത് കുഴപ്പമില്ല. അപ്പോൾ പക്ഷെ ആദ്യം തന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടണമായിരുന്നു. അപ്പോൾ കയ്യിൽ ഇച്ചിരി ഒട്ടിപ്പിടിക്കലും കത്തിയിലും ഒട്ടിപ്പിടിക്കലൊക്കെ അങ്ങ് മാറിയാനെ. അത് ഞാൻ ഓർത്തില്ല കേട്ടോ. വേഗം പടി ഒരുക്കണമല്ലോ എന്ന് കരുതിയിട്ടുള്ള ധൃതിയിൽ ഞാൻ വെളിച്ചെണ്ണ പുരട്ടാൻ മറന്നുപോയി. എന്നിട്ട് ചക്കപ്പശേ അല്ലെങ്കിൽ എന്താ കയ്യിലും കത്തിയിലും ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ പോയിട്ട് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വന്നത്. അതിനുശേഷം എവിടെ, എന്നാൽ ആ ഒട്ടിപ്പിടിച്ച പശയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് മാത്രമേ വെളിച്ചെണ്ണയെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അത് ആദ്യം ഓർക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല കേട്ടോ. ചക്ക കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് തീയൊക്കെ കത്തി ചട്ടി നന്നായിട്ട് ചൂടായി വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിലേക്ക് ചക്ക ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചിട്ട് ഞാൻ അടുത്ത പണി നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇരുന്ന് വെന്തോളുമല്ലോ. ഒരു അടപ്പേ ഞാൻ കത്തിക്കുള്ളൂ. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നൊന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അടുത്ത പണിയിലേക്ക് ഞാൻ കടന്നു. കുറച്ച് സോയാബീൻ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കടലക്കറി ആയിരുന്നല്ലോ, ദോശയും കടലയും കൂടി ആയിരുന്നു. അപ്പോൾ കടല കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ സോയാബീൻ ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ചിട്ട് സോയാബീനും കടലയും വയ്ക്കുന്നത്. ഞാനൊരു 2-3 കൊല്ലം മുമ്പ് മിക്കവാറും ഉണ്ടാക്കിയിരുന്നൊരു കറിയാണ് കടലയും സോയാബീനും കൂടി വറുത്തരച്ച് വയ്ക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും കഴിക്കുമായിരുന്നു കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ കറി. അതും വറുത്തരച്ച് വെക്കണം. വേറെ മസാലയൊക്കെ ആയിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, വറുത്തരച്ച് തന്നെ വെക്കണം. എന്നാൽ പിന്നെ ആ പണി, അല്ലെങ്കിൽ ആ ഒരു കടല കുറച്ച് ബാക്കി വന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. എന്നാൽ പിന്നെ അപ്പോൾ ഒരു ചാറ് കറി ആവുമല്ലോ. അത് കാരണം ഞാൻ സോയാബീനിൽ ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ഞാൻ പുരട്ടി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഓരോ പണി കഴിയുമ്പോൾ അടുത്തതെടുത്ത് അടുപ്പത്തേക്ക് കയറ്റാമല്ലോ. ആ സമയം കൊണ്ട് എനിക്ക് ചക്ക വെന്ത് കിട്ടി. എനിക്ക് ഒരു അബദ്ധം പറ്റി, ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അത്രയും വെള്ളം വെക്കണ്ടായിരുന്നു.
അടുപ്പത്താണല്ലോ, പെട്ടെന്ന് തിളച്ച് വറ്റി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഇച്ചിരി കൂടുതൽ വെച്ചതാണ്. പക്ഷേ എന്താ പറയുക, അത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. പിന്നെ അത് എടുത്ത് മാറ്റിയതിന് ശേഷം സെയിം ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട്, എനിക്ക് ചട്ടികളത്തിൽ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചിക്കനാണെങ്കിലും അല്ലെങ്കിൽ മീൻ പിന്നെ അങ്ങനെ തന്നെയാണ് വെക്കാറ്. ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും ചിക്കനും അല്ലെങ്കിൽ വേറെ ടൈപ്പ് പച്ചക്കറികളോ ചാറുകളോ അങ്ങനെ എന്ത് വയ്ക്കുന്നതും എനിക്ക് ചട്ടിയിൽ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കൊരു ചട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പുതിയ ചട്ടി വാങ്ങി വഴറ്റി വെച്ചതാണ്. ഞാൻ മണ്ണാർശാലയ്ക്ക് പോയിട്ട് വരുന്ന വഴി ഒരു ചട്ടിക്കട കണ്ടപ്പോൾ നിർത്തി ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. കാരണം എൻ്റെ ചട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചട്ടി എനിക്ക് ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് കരുതിയിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം ചതച്ച് ഇട്ട് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് തേങ്ങയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചക്കയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് എന്താ പറയുക മിക്സ് ചെയ്ത് അങ്ങ് എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതോടെ ഒഴിച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി അടച്ച് വെച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും. ഇടിച്ചക്കത്തോരൻ്റെ ചട്ടി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അതേ അടുപ്പത്തേക്ക് ഞാൻ ചീനച്ചട്ടി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത പണിയിലേക്ക് ഞാൻ കിടന്നു. അപ്പോഴത്തേക്കും തീയൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഇത് അത്യാവശ്യം നല്ല വലിയ അടുപ്പാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിറക് കയറിപ്പോവും. നന്നായിട്ട് ചൂട് പിടിക്കണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വിറക് വയ്ക്കണം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെയിലി ഞാൻ കത്തിക്കുവാണെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിറകൊക്കെ തീരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, ചെതൽ തിന്ന് പോകുന്നതിലും നല്ലതല്ലേ. ഞാനിപ്പോൾ സോയാബീനും കടലയും കൂടി കറി വെക്കാനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വറുത്തു, മസാലയൊക്കെ ഇട്ട് ഞാനതൊന്ന് വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. കാരണം ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ സോയാബീൻ അന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ചുമ്മാ ഇട്ട് അതിനകത്തിട്ട് വേവിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തതാ കറിയാക്കി മാറ്റി. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ കറി വെക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെയും മോന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അവൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. അതും അതിനകത്ത് കൂടുതലും കഴിക്കുന്നത് സോയാബീൻ തന്നെയാണ്. അത്രയും സമയം ഞാൻ വിറകിൻ്റെ അടുത്ത് തന്നെ നിന്ന കാരണം എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം എന്താ പറയുക, ഫാനൊക്കെ ഇട്ടിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വൈകുന്നേരമായി ഞാനും മോനും കൂടി മോളെ കൂട്ടാൻ സ്കൂളിലേക്ക് ചെന്നതാണ്. അപ്പോൾ മോൻ അവിടുത്തെ പാർക്കിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് കുറേ സമയം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. വീഡിയോസൊക്കെ നന്നായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഓരോ വീഡിയോസിനെ പറ്റി എടുത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതൊക്കെ കേട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മോളെത്തി സ്കൂളിൽ നിന്ന്. ചാലക്കുടിയിലെ സ്കൂളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നു ഓടി വരികയാണ് എൻ്റെ അടുത്തേക്ക്. കാരണം പ്രൈസ് കിട്ടി. അത് കാണിച്ച് തരാനുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസായിരുന്നു അവരുടെ DCL ആനന്ദത്തിന്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അടുത്തത് വീണ്ടും പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സത്യത്തിൽ ടീച്ചർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അയ്യോ അതിപ്പോൾ തരാനുള്ള അല്ല കേട്ടോ, സോറി, അസംബ്ലിയിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് വാങ്ങി. എല്ലാ കുട്ടികൾക്കും ഇത് വാങ്ങി അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ കിട്ടിയ സന്തോഷത്തിൽ പാരൻസിനെ കൊണ്ടുവന്ന് ഓടിക്കൊണ്ടുവന്ന് കാണിച്ചതാണ്. അപ്പോൾ അതും സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും വേഗം തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പാർക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കും വൈകിട്ടോ, അവർ സാധാരണ വന്ന സമയത്ത് നിന്നും ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ കാരണം ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് വിളവെടുപ്പുണ്ട്, അത് ഇങ്ങോട്ട് പറിക്കാമെന്ന് വെച്ച് ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് മൂക്കാനായിട്ട് ഇടുന്നില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം അന്ന് ഇപ്പോൾ 4 വട്ടം മറിച്ചു. അപ്പോൾ ആദ്യത്തെ 2 വട്ടം മറിച്ചപ്പോഴും ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ ഇച്ചിരി നാര് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഒരുപാട് മൂപ്പിക്കാണ്ട് എടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഒരുപാട് മൂത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇതിൻ്റെ തൊലി കാണുമ്പോൾ തോന്നും മൂക്കാണ്, പക്ഷെ അത് മൂത്തിട്ടില്ല. ഇനിയും കുറച്ച് കിടക്കുന്നുണ്ട്. ഇത് ഇത്തിരി മൂത്ത് പോയി തോന്നിട്ട് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഈ സൈഡിൽ കിടന്നുകൊണ്ട് കണ്ടില്ല. എനിക്ക് മിക്കവാറും കറി വയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാണുന്നതുപോലെ പീച്ചിങ്ങ, കോവയ്ക്ക, മുരിങ്ങയില, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്കവാറും ഉണ്ടാകും. പപ്പായ, അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. ഈ വിഷമില്ലാത്ത ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇനി പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടി പച്ചക്കറിയൊക്കെ നട്ട് വെക്കാനുണ്ട്. എന്നാലും നമുക്ക് ഇതിൽ കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. കോവയ്ക്കുണ്ട്. ഞാൻ നേരത്തെ അന്നൊരു ദിവസം വിളവെടുപ്പ് ഞാൻ കാണിച്ചാണ്, പക്ഷെ വീണ്ടും കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കിടന്നു കഴിഞ്ഞാൽ ഇത് പഴുത്ത് മൂത്തൊക്കെ പോകും. പഴുത്തോ എന്തോ, അയ്യോ കണ്ടോ, ചെറിയ നിറം മാറ്റം വന്നിട്ടുണ്ട്.
പച്ചക്കറിയൊന്നും തീരെ കടയിൽ നിന്ന് വാങ്ങില്ല എന്നൊന്നുമില്ല കേട്ടോ. ആവശ്യമുള്ള അരികളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും. അല്ലാത്തതും നമ്മളിപ്പോൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുമ്പോൾ അതും കഴിക്കാനും എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. അതും ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാത്തരം പച്ചക്കറിയൊന്നും നമ്മുടെ കയ്യിലില്ല, എന്നാലും ഉള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അന്ന് ഞാൻ പറിച്ചപ്പോൾ എനിക്ക് 2 പീച്ചിങ്ങയും കിട്ടുള്ളൂ കേട്ടോ. ഇതേന്നിപ്പം മുറ നിറച്ച് പീച്ചിങ്ങയാണ് കേട്ടോ. ഇത്രയും പീച്ചിക്കുണ്ട്. ഒരു പാവയ്ക്കുണ്ട്, 2 പാവയ്ക്കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചീഞ്ഞുപോയി, പഴുത്തുപോയി കേട്ടോ. അത് വേണ്ട, നല്ല കുഞ്ഞു. പിന്നെ ഉള്ളത് കണ്ടില്ലേ, ഇങ്ങനെ കോവയ്ക്കാണുള്ളത്. അത് കഴിഞ്ഞു. എനിക്ക് പിന്നെ ഇച്ചിരി മുരിങ്ങയില പറിക്കണം ഇന്ന് രാത്രിത്തേക്ക് തോരൻ വയ്ക്കാനാണ്. കാരണം ഏട്ടന് ഇഷ്ടം മുരിങ്ങയിലയാണ്. പിന്നെ അത് വേറെ കറി ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റേ നേരത്തെ ഉച്ചയ്ക്ക് കാണിച്ചില്ലേ, ഇടിച്ചക്ക തോരൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുരിങ്ങയില ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതിയാവും, അപ്പോൾ അതുകൂടെ ഒന്ന് പറിച്ചെടുക്കണം. മുരിങ്ങയില എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് നുള്ളിയെടുത്ത് പാത്രത്തിലേക്ക് ആക്കാനുള്ള സമയം, അത് അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. പക്ഷെ അതൊന്ന് കറിയാക്കാൻ ഇതിൻ്റെ ഒരു പകുതി സമയം പോലും വേണ്ട. പക്ഷേ ഇത്രയും നല്ലൊരു എന്താ പറയുക, ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത്രയും ഗുണമുള്ളൊരു സാധനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. മക്കൾക്ക് കുറേശ്ശെ മതി, എന്നാലും അധികം കഴിക്കത്തില്ല. എന്നാലും ഞാനിങ്ങനെ ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. എന്നാലും എന്താ പറയുക, ഇതൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏട്ടന് വലിയ ഇഷ്ടമാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മുരിങ്ങയില, ചീര, ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏട്ടൻ ഉള്ള ടൈമിലൊക്കെ ഞാൻ മിക്കവാറും വെച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും സമയമില്ല എന്നുണ്ടെങ്കിലാണ് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുക. അല്ലാത്ത പക്ഷം ഞാനിത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ടാറ്റാ.